ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾ കണ്ണൂരുള്ള ടൈമിൽ, വെക്കേഷൻ ടൈമിൽ ഞങ്ങളൊരു റിസോർട്ടിൽ നിന്നിരുന്നു. സ്റ്റേറ്റ് ബീച്ച് റിസോർട്ട്. ഒത്തിരി നല്ല ഭംഗിയാണ്. നമ്മുടെ ബാൽക്കണിയിൽ ഇരുന്നാൽ തന്നെ നമുക്ക് എപ്പോഴും കടൽ കാണാം. മാത്രമല്ല, ഇതാണ് ഞങ്ങളുടെ റൂം, 122 ദുബായ് ഡീലക്സ് സ്റ്റേറ്റ് ബീച്ച് റിസോർട്ട്. ഒത്തിരി നല്ല ഭംഗിയാണ്. നമുക്ക് കയ്യിലൊതുങ്ങാവുന്ന ഒരു ക്യാഷുമാണ്. അപ്പോൾ നമുക്ക് ഒരു വെക്കേഷൻ ടൈമിലൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ, എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഒരു പ്രത്യേക ഫീലാണ്. നമുക്ക് കടൽ അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കടലിൻ്റെ നല്ലൊരു സൗണ്ടും, പിന്നെ അതുമാത്രമല്ല നല്ല മഴയൊക്കെയുള്ള സമയത്ത് ഒരു പ്രത്യേക രസമാണ് നമുക്കവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ റിസോർട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ റിസോർട്ടുള്ളത് കണ്ണൂർ ടൗണിൽ തന്നെയാണ്, പയ്യാമ്പലത്ത് തന്നെയാണ് ഇതുള്ളത്. മാത്രമല്ല, നമുക്ക് ബീച്ച് സൈഡിലൊക്കെ എന്ന് വെച്ചാൽ ഒരു 1 മന്ത് വെക്കേഷൻ നമ്മൾ നമ്മുടെ സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ ഒന്ന് ഒഴിവാക്കി നല്ല ഫ്രീ ആവാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ നാട്ടിൽ പോകുന്നത്. അപ്പോൾ നമുക്ക് പറ്റിയ, ഒത്തിരി ട്രാവൽ ചെയ്ത് ടയേർഡാവാതെ, എന്നാൽ നമുക്ക് പറ്റിയൊരു ബഡ്ജറ്റും എല്ലാം കൊണ്ടും നമുക്ക് ഒത്തിരി നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻ്റ് ആണെങ്കിലും നമുക്ക് കയ്യിലൊതുങ്ങാവുന്ന ഒരു ക്യാഷിലുള്ളതാണ്. അങ്ങനെ എല്ലാം കൊണ്ടും നോക്കിയാണ് ഞങ്ങളിവിടെ പോയത്. പക്ഷെ എന്താണേലും അത് വർത്തായിരുന്നു. ഒത്തിരി നല്ലതാണ്. കണ്ണൂരൊക്കെ സ്റ്റേ ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ളവരാണെങ്കിൽ ഈ റിസോർട്ട് ചൂസ് ചെയ്യാം. ഇതാണ് ഞങ്ങളുടെ റൂം. ഇത് ഒത്തിരി വലിയ റൂമല്ല, ഡീലക്സ് റൂം. അതിൽ തന്നെ ബാൽക്കണി ഉണ്ട്. ആ ബാൽക്കണിയിൽ നിന്നാൽ തന്നെ നമുക്ക് ഡയറക്റ്റ് ബീച്ച് വ്യൂ ആണ് കാണുന്നത്. അമ്മൂട്ടിയാണെങ്കിലും വീഡിയോ എടുക്കാനുള്ള തിരക്കിലാണ്. ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാൻ അവൾ ഒത്തിരി നല്ല ഹാപ്പിയാണ്. പിന്നെ നമ്മൾ ഈവനിങ് ആകുമ്പോഴേക്കും നമ്മുടെ ഈ കടലിൻ്റെ ഒത്തിരി രൂപം ഭാവം എല്ലാം മാറുന്നത് നമുക്ക് കാണാണ്ടി പറ്റും. അതെല്ലാം നമുക്കിങ്ങനെ, സാധാരണ നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ നമ്മൾ ബീച്ചിൽ പോയിട്ട് വേഗം തിരിച്ചു വരുമല്ലേ. ഇതെന്ന് വെച്ചാൽ നമുക്ക് കടലിൻ്റെ എല്ലാ ഭാവങ്ങളും ഈ ഒരു ബാൽക്കണിയിൽ ഇരുന്ന് നമ്മളവിടെ സ്റ്റേ ചെയ്യുന്ന സമയത്ത് കാണാം. രാവിലെ ഒത്തിരി നല്ല ശാന്തമാണ്. പിന്നെ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേനും, അല്ലെ മഴ പെയ്യുന്ന സമയമാകുമ്പോഴേക്കും കടൽ ഭയങ്കര ശക്തിയിൽ തിരയടിച്ച്, അതാണ് ഇവർ ഇതിൽ വലിയ മതിലൊക്കെ കെട്ടിയിട്ടുണ്ട്. ആ മതിലൊക്കെ കാണുമ്പോൾ നമുക്കറിയാം അവിടെ ഡേഞ്ചർ എന്നൊക്കെ എഴുതി വെച്ച് ഭയങ്കര ഇതായിട്ട് വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഈവനിങ് ആവുന്ന ടൈമിലേക്ക് കടൽ ഭയങ്കരമായിട്ട് ആർത്തലച്ചാണ് വരുന്നത്. എന്തായാലും ഞങ്ങളുടെ ഈ വെക്കേഷൻ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഒത്തിരി ദൂരേക്കുള്ള ട്രാവലിങ് ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. അടുത്തടുത്തുള്ള നല്ല നല്ല സ്ഥലങ്ങളും പിന്നെ ഫുഡ് എക്സ്പെരിമെൻറ്റും അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ ഒരു 1 മന്ത് എത്രയും വേഗം കഴിഞ്ഞു പോയി. അതുപോലെ തന്നെ കണ്ണൂർ ടൗണിലൊക്കെ ആണെങ്കിൽ എല്ലാ ടൈപ്പ് റെസ്റ്റോറൻറ്റുകളും ഉണ്ട്. ഇപ്പം തായ് ഫുഡും ചൈനീസ് ഫുഡും ഇറ്റാലിയൻ ഫുഡും ഒക്കെ. ഇപ്പം ഞങ്ങൾ അങ്ങനെ കുറച്ച് വീഡിയോസും ഇനി വരുന്നുണ്ട്. ഇതാണ് ഈ ബീച്ച് റിസോർട്ടിൻ്റെ റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ ഈവനിങ്ങിൽ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ആണെങ്കിൽ ഒത്തിരി നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ റെസ്റ്റോറൻറ്റിൽ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തത്, ഒത്തിരി കോളേജ് സ്റ്റുഡൻസ് ടീമായിട്ട് വന്ന് ഇവിടെ ഈവനിങ്ങിൽ വരുന്നുണ്ട്. കാരണം ഇത് റിസോർട്ടിൻ്റെ റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി ക്രൗഡഡ് അല്ല. ആ റിസോർട്ടിൽ എത്ര പേരുണ്ടോ അത്രയും പേരും, പിന്നെ കുറച്ച് പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ ഈവനിങ്ങിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്റ്റുഡൻസൊക്കെ ഇവിടെ വന്നിട്ട് ഈവനിങ്ങിൽ അധികം ഡിസ്റ്റർബൻസ് ഇല്ലാണ്ടിരിക്കാനായിരിക്കാം ടീമായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്.